നടിയെ ആക്രമിക്കപ്പെട്ട സംഭവം കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കാര്യമായിരുന്നു. അതിലും വലിയ ഞെട്ടലായിരുന്നു അതിനു പിന്നിൽ ദിലീപിൻ്റെ ഗൂഢാലോചനയാണ് എന്നുള്ള പോലീസിൻ്റെ വെളിപ്പെടുത്തലും അദ്ദേഹത്തെ 3 മാസം ജയിലിൽ അടച്ചതും. പക്ഷേ സംഭവത്തിൻ്റെ സത്യാവസ്ഥ ഇനിയും വെളിവായിട്ടില്ല. കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ആരെയും കുറ്റക്കാരാക്കിയിട്ടോ നിരപരാധികളാക്കിയിട്ടോ നമുക്ക് വിധിക്കാനാവാത്ത സാഹചര്യമാണുള്ളത്. സബ് ജയിലിൽ വെച്ച് നടൻ ദിലീപിൻ്റെ ദയനീയാവസ്ഥ കണ്ട അന്നത്തെ DGP കൂടിയായിരുന്ന ശ്രീലേഖ IPS ആ സംഭവം ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് താൻ ദിലീപിന് ജയിലിൽ പ്രത്യേക സൗകര്യം ചെയ്തു കൊടുത്തത് എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ദിലീപിൻ്റെ ദയനീയാവസ്ഥ കണ്ട തൻ്റെ മനസ്സ് അലിഞ്ഞു പോയി എന്നും അതുകൊണ്ടാണ് ദിലീപിന് ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തതെന്നും ശ്രീലേഖ IPS പറയുന്നു. ദിലീപിന് മാത്രം എന്തുകൊണ്ടാണ് പ്രത്യേകത എന്നും മറ്റുള്ള തടവുകാരും ഇതേ അവസ്ഥയിലല്ലേ ജയിലിൽ കഴിയുന്നത് എന്നുമായിരുന്നു. ആ സംഭവത്തെക്കുറിച്ച് ശ്രീലേഖ IPS പറയുന്നത് ഇങ്ങനെയാണ്. സബ് ജയിലിൽ വെച്ച് താൻ കണ്ട കാഴ്ച ആരെയും കരളണയിപ്പിക്കുന്നതാണ്. തടൽ പുള്ളികൾക്കൊപ്പം വെറും തറയിൽ പായ വിരിച്ച് കിടക്കുന്ന ദിലീപിനെയാണ് താൻ കാണുന്നത്. ദിലീപിനെ തട്ടി വിളിച്ച് ഒന്ന് എഴുന്നേൽക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് എഴുന്നേൽക്കാൻ കൂടിയാവാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അയാൾ അവിടെ നിന്ന് വിറക്കുകയാണ്. എന്നിട്ടയാൾ ജയിലഴികളിൽ പിടിച്ച് എഴുന്നേറ്റ് നിന്നിട്ട് അങ്ങ് വീണു പോകുകയായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ ദിലീപിനെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആ ദിലീപാണോ ഇത് എന്ന് ഒരിക്കലും നമുക്ക് തോന്നില്ല. മറ്റാരോ ആണെന്നേ തോന്നൂ. അത്രക്കും വികൃതമായ അവശനായ അവസ്ഥയിലായിരുന്നു ദിലീപ് അപ്പോഴുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ സ്വാഭാവികമായും തൻ്റെ മനസ്സലിഞ്ഞു. തനിക്ക് പൊതുവെ കഷ്ടത കാണുമ്പോൾ മനസ്സിൽ സങ്കടവും അലിവും ഉണ്ടാവും. താൻ അയാളെ വിളിച്ചു കൊണ്ടുവന്ന് സൂപ്രണ്ടിൻ്റെ റൂമിൽ ഇരുത്തി. പക്ഷേ അയാൾക്ക് ഒന്നും സംസാരിക്കാനും കഴിക്കാനും വയ്യ. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ആ അവസ്ഥയിൽ ഒരു കരിക്കാണ് ആദ്യം വാങ്ങിക്കൊടുത്തത്. ഒരു ദയയുടെ പുറത്ത് അയാൾക്ക് കുറച്ച് സഹായങ്ങൾ ജയിലിൽ താൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരാളെ ഇത്രയധികം ദ്രോഹിക്കാൻ പാടില്ല. അതുകൊണ്ട് അയാൾക്ക് പ്രത്യേക 2 പായയും പുതക്കാൻ ഒരു ബ്ലാങ്കറ്റും കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അയാളുടെ ചെവിയുടെ ഇയർ ഇംബാലൻസിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കാൻ ഡോക്ടറെയും ഏർപ്പാടാക്കിയിരുന്നു. അതോടൊപ്പം അയാൾക്ക് ബാലൻസ്ഡ് ന്യൂട്രീഷൻ ഫുഡ് കൊടുക്കാനുള്ള പ്രത്യേക ഏർപ്പാടും താൻ ചെയ്തു. പക്ഷേ താൻ ഇതൊക്കെ ചെയ്യുന്നതിനും ഒരുപാട് മുന്നെയാണ് തനിക്ക് വലിയ വിമർശനങ്ങൾ ദിലീപിനെ സഹായിച്ചു എന്നതിൻ്റെ പേരിൽ കേട്ടത് എന്നും DGP ആയിരുന്ന ശ്രീലേഖ IPS പറയുന്നു. കേരളത്തിൽ നിന്നുള്ള ആദ്യ ലേഡി IPS ഓഫീസർ കൂടിയാണ് ശ്രീലേഖ.